ഇറ്റ്സ് ടൈം. ഡാലോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുറയിലെ ശാപം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു താരം എന്ന് വെച്ച് പറഞ്ഞാൽ ഡാലോ ആണ്. ഡാലോ ഈ ടീമിൽ നിന്നും പോയി കഴിയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ വിൻ ദ ലീഗ്. എൻ്റെ ഒരു തോന്നലാണ്. അത് ഒത്തിരി ഗെയിംസ് കണ്ടിട്ട് ഡാലോനെ ഞാൻ പ്രത്യേകം എടുത്ത് ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇപ്പം ഡിഫൻസിൻ്റെ അതെന്ന് പറഞ്ഞാൽ പൊസിഷനിങ് ഒക്കെ, അതായത് പ്ലെയേഴ്സിന് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാതെ പോകുന്നതും ഡാലോനെ ക്രോസ് ചെയ്ത് പ്ലേയേഴ്സ് ഓടിപ്പോകുമ്പോഴൊക്കെ ഡാലോ അവിടെ മിഴിച്ചു നിൽക്കുന്നു, എന്നിട്ട് പിന്നീട് ലേറ്റ് ആകുന്നു, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഡാലോന്റെ ഭാഗത്തുണ്ട്. അപ്പം ഞാൻ ഒത്തിരി ഡാലോനെ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം അതിൻ്റെ ഇത് മാത്രമാണ് ഞാനിത് പറയുന്നത്. സോ ഐ തിങ്ക് ലൈക്ക് ഡാലോ പോയി കഴിയുകയാണെങ്കിൽ ആ റൈറ്റ് സൈഡിൽ നമ്മളൊരു പ്രോപ്പർ പ്ലെയറിനെ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി അതൊരു ശാപമോക്ഷം എന്നുള്ള നിലയ്ക്ക് വരും, ടീമിന്റെ ശാപമോക്ഷമായിട്ട് മാറി. ആൻഡ് ദാറ്റ് കുഡ് ബി എന്താ പറയുക, നമ്മുടെ ഒരു ചാമ്പ്യൻഷിപ്പ് അടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതായിരിക്കും നമ്മുടെ റൈറ്റ് ബാക്ക്. ഡെഫിനറ്റ്ലി ആ ഒരു ചേഞ്ച് വരണം എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഈ ഒരു ഡിസ്കഷൻ്റെ അകത്തൊക്കെ പല ആൾക്കാരും പറഞ്ഞു വെച്ചാൽ ഡാലോനെ നമ്മുടെ സെക്കൻഡ് ബെഞ്ച് ഓപ്ഷനായിട്ട് കീപ്പ് ചെയ്തിട്ട് വേറെ റൈറ്റ് ബാക്കിനെ കൊണ്ടുവരാം എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് വേറൊരു പ്ലെയർ വന്നാലും പിന്നീട് എങ്ങനെയെങ്കിലും ഡാലോ ആ പൊസിഷനിൽ എത്തിപ്പെടും. അതങ്ങനെയാണ്. പല കോച്ചുമാർ വന്നപ്പോഴും എല്ലാവർക്കും ഡാലോനെ താല്പര്യം. അത് എന്തുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇവരുടെ നമ്മുടെ ട്രെയിനിങ് വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് അവിടെ ഡാലോയുടെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇത്. അപ്പം എനിക്ക് തോന്നി ഈ ട്രെയിനിങ്ങിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതുകൊണ്ടാണ് പ്ലേയിങ് ലെവലിലോട്ട് കയറുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ കളി മറക്കുന്ന അവസ്ഥയാണ്. സോ അങ്ങനത്തെ ഒരു ഇത് വരുമ്പം ഐ തിങ്ക് ഡാലോ ഷുഡ് ഗോ. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഡാലോ ഐ വുഡ് സെൽ.